റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റായ കന്യാസ്ത്രീകളെ പിന്തുണച്ച കേരള BJP നേതൃത്വത്തിനെതിരെ RSS. ഛത്തീസ്ഗഡിൽ നിയമം നടപ്പാക്കാൻ സർക്കാർ ഉണ്ടെന്ന RSS മുതിർന്ന നേതാവ് കെ ഗോവിന്ദൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ BJP ഇതിൽ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്നും ഗോവിന്ദൻകുട്ടി പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയാണ് RSS പ്രാന്ത കാര്യകാര്യ സദസ്യൻ ഗോവിന്ദൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ആയിട്ടാണ് ഇപ്പോൾ RSS നേതാവിന്റെ പ്രതികരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? സ്മൃതി, സംസ്ഥാന BJP നേതൃത്വം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കുകയും കന്യാസ്ത്രീകൾക്കൊപ്പമാണ് BJP എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിന് വിരുദ്ധമായാണ് RSSന്റെ കേരള നേതൃത്വം, അല്ലെങ്കിൽ ബജ്രംഗ് ദളിന്റെയും BHPയുടെയും കേരള നേതൃത്വം നിലപാടെടുക്കുന്നത്. BJP ഇങ്ങനെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിലാണ് BJPയെ വിമർശിച്ചുകൊണ്ട് RSSന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പ്രചാരകൻ കൂടിയായ കെ ഗോവിന്ദൻകുട്ടി രംഗത്തെത്തുന്നത്. പ്രാന്ത് കാര്യകാര്യ സദസ്യ കൂടിയാണ് ഗോവിന്ദൻകുട്ടി. സംസ്ഥാനത്ത് ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന് നിയമം എങ്ങനെ നടപ്പിലാക്കാമെന്ന് അറിയാം. അവിടെ കൃത്യമായി നിയമം നടപ്പിലാക്കുമെന്ന സംശയമുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടെ ഉയർത്തുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്ത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനാണ് BJP സംസ്ഥാന നേതൃത്വം ശ്രമിക്കേണ്ടത്. പ്രീണനമല്ല ആവശ്യം എന്ന ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട് കെ ഗോവിന്ദൻകുട്ടി. അങ്ങനെ സംഘപരിവാർ സംഘടനകളൊക്കെ BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ, ഛത്തീസ്ഗഡ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന കാഴ്ചകളാണ്. ബജ്രംഗ് ദളിന്റെ കേരള ഘടകത്തിന്റെ വാട്സപ്പ് സ്ക്രീൻഷോട്ട് കൂടി, അതിനകത്ത് നടന്ന ഒരു ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംഘപരിവാരത്തിന്റെ സംഘടന കൂടിയായ ബജ്രംഗ് ദൾ അല്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് കേരള ഘടകത്തിന്റെ നേതാക്കൾ പറയുന്ന കാര്യം. BHP സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ വാർത്താക്കുറിപ്പ് ഇറക്കിയ സാഹചര്യമുണ്ട്. BHPയുടെ നേതാവ് ശശികല ഉൾപ്പെടെ ഇപ്പോൾ BJP സ്വീകരിക്കുന്ന ഛത്തീസ്ഗഡ് വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ വിമർശനവുമായി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചുണ്ട്. ഇന്നലെ BHP നേതാവ് RV ബാബുവിൻ്റെ വാർത്താക്കുറിപ്പും ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ബന്ധമടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് RSSന്റെ സംസ്ഥാനത്തെ മുതിർന്ന പ്രചാരകൻ കൂടിയായ കെ ഗോവിന്ദൻകുട്ടി പറയുന്നത്. കാരണം അവിടെ മാവോയിസ്റ്റുമായി ബന്ധമുണ്ടോ എന്നടക്കം സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി BJP സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വരുന്നത്, എന്തിനാണ് ആശങ്കപ്പെടുന്നത് എന്ന ചോദ്യമടക്കം ഉയർത്തുന്നു. ഏതായാലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ BJP സംസ്ഥാന ഘടകം സ്വീകരിച്ച നിലപാടല്ല സംഘപരിവാറിന് അല്ലെങ്കിൽ RSS നേതൃത്വത്തിന് എന്ന് കൃത്യമായി അത് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നേതാക്കളടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മൃതി, ശരി. RSS നേതാവിന്റെ പ്രതികരണം, ഇവിടുത്തെ സംസ്ഥാന BJP വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഋഷിവാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.